കേരള PC സ്റ്റഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചൊന്ന് പഠിച്ചാലോ. 1951-56 കാലഘട്ടമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ആരംഭിച്ച വർഷം 1951 ഏപ്രിൽ 1. പ്രാധാന്യം നൽകിയ മേഖലകൾ ഏതാണ്? കൃഷി, ജലസേചന, വൈദ്യുതീകരണം. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ ആരൊക്കെയാണ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരംഭിച്ച വർഷം 1951 ഏപ്രിൽ. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം ഇതാണ് പ്രധാന മേഖലകൾ. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തിയും ആള് തന്നെയാണ് KN രാജ്. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. സാമൂഹിക വികസനം 1952. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ 1951. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിംഗ് 1952 എന്നിവയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ചത്. സാമൂഹിക വികസന പദ്ധതി 1952 ഒക്ടോബർ 2 ആരംഭിച്ചു. ഗ്രാമങ്ങളിലെയും ഭൗതികവും മാനസികവുമായ വിഭവങ്ങൾ പൂർണ്ണമായി വികസന പദ്ധതിയുടെ ലക്ഷ്യം. അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 1953 ഡിസംബർ 28. ഇപ്പോൾ UGC ആക്ട് പാസ്സാക്കിയ വർഷം 1956. 5 IITകൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1% കൈവരിച്ചത് അതിൽ കൂടുതലാണ്, 3.6%. അതുപോലെ ഇന്ത്യൻ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചതും പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികൾ ഭംഗ്ര നംഗൽ, ഹിരാകുണ്ട്, ദാമോദർ വാലി. ആധുനിക ഭാരത ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് അഭിപ്രായപ്പെടുന്നതും നെഹ്റു ആണ്. അപ്പം രണ്ടാം പഞ്ചവത്സര പദ്ധതി കൂടി ഒന്ന് നോക്കാം. 1956-61 കാലഘട്ടമാണ്. പ്രാധാന്യം നൽകിയ മേഖലകളാണ് വ്യവസായവൽക്കരണവും ഗതാഗത വ്യവസായികവും വികസനവും. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. 1955 കോൺഗ്രസ് അവിഡ് സമ്മേളനത്തെ അംഗീകരിച്ച് സോഷ്യലിസ്റ്റ് സമൂഹത്തെ വളർത്തുക എന്ന ഉദ്ദേശമാണ് രണ്ടാം പഞ്ചവത്സരത്തിൽ ഉണ്ടായിരുന്നത്. ദേശീയപാത നിയമം 1956. ദ നാഷണൽ ഹൈവേ ആക്ട് 1956 നിലവിൽ വന്നത്. രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ച വർഷം 1956. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നീ രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. രണ്ടാം പദ്ധതി കാലത്ത് നിർമ്മാണാനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ, ഫില, ദുർഗോല. 4.5 വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട് വച്ച രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ 4.3% കൈവരിച്ചു. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതിയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. ഓക്കെ, ബൈ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.